വഖഫ് ഭേദഗതി ബില്ലാണ് നമ്മുടെ ചർച്ചാ വിഷയം. പാർലമെന്റ് പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുകയാണ്. ലോക്സഭ കടന്നിരിക്കുന്നു. ബില്ലിപ്പോൾ രാജ്യസഭയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭയും പാസ്സാക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വഖഫ് ഭേദഗതി ബില്ല് നിയമമാകാൻ പോവുകയാണ്. നമ്മൾ ഇൻസൈറ്റിൽ വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ലോക്സഭ കടന്നിരിക്കുന്നു. വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭയിലും ഭൂരിപക്ഷം കിട്ടുകയും അത് പാസ്സാക്കുകയും അങ്ങനെ തന്നെ ചെയ്യും എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. ഏകപക്ഷീയമായാണോ ഈ ഭേദഗതി വന്നത് എന്ന് കരുതുന്നുണ്ടോ? സാധാരണഗതിക്കാണ് ഇത് ഏകപക്ഷീയമായി നടക്കേണ്ട ഒരു സംഗതി. നമ്മളിപ്പോൾ ഈ 2014 മുതൽ 2024 വരെയുള്ള ലോക്സഭാ നടപടിക്രമങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നത് അങ്ങനെയാണ്. വളരെ ഏകപക്ഷീയമായിട്ട് ചിലപ്പോൾ ചർച്ചയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പ്രതിപക്ഷത്തെ കുറേ പേരെ സസ്പെൻഡ് ചെയ്യുന്നു, എന്നിട്ട് ഈ ബില്ലൊക്കെ പാസ്സാക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത്. പക്ഷേ അതിപ്പോൾ ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിന് ശേഷം ലോക്സഭയിൽ കാണുന്നു, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ കാണുന്നു എന്നുള്ളതുള്ളൂ. നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നു. അത് ഗുജറാത്ത് നിയമസഭയിലെ പരിപാടി ഇത് തന്നെയായിരുന്നു. പ്രതിപക്ഷ അംഗങ്ങളെ മുഴുവൻ സസ്പെൻഡ് ചെയ്യുക, എന്നിട്ട് ബില്ലുകളൊന്നും ചർച്ച കൂടാതെ പാസ്സാക്കുക. ഇതൊക്കെയായിരുന്നു പരിപാടി. അത് തന്നെയാണ് 2014 മുതൽ 2024 വരെ വരുന്നത്. പക്ഷേ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള സംഗതി. അതുകൊണ്ട് തന്നെ വളരെ ഏകപക്ഷീയമായിട്ട് അത് പാസ്സാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് 10-14 മണിക്കൂർ ചർച്ച ചെയ്യേണ്ടി വന്നു. പല ഭേദഗതികളും പ്രതിപക്ഷത്തു നിന്ന് നിർദ്ദേശിക്കപ്പെട്ടു. ആ ഭേദഗതികളെക്കുറിച്ച് സർക്കാരിന് ആലോചിക്കേണ്ടി വന്നു, മറുപടി പറയേണ്ടി വന്നു, അതിന്മേൽ വോട്ടിടേണ്ടി വന്നു. അതായത് സർക്കാർ വിചാരിച്ച ബില്ല് തന്നെ ലോക്സഭയിൽ പാസ്സാക്കി എന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ്. വളരെ ഏകപക്ഷീയമായി തയ്യാറാക്കിയൊരു ബില്ല് ഒരു സമുദായത്തിൻ്റെ അധികാരാവകാശങ്ങളിലേക്ക് കടന്നു കയറുകയും അവരുടെ അധികാരാവകാശങ്ങളിൽ അവർ തന്നെ തീരുമാനമെടുക്കാൻ അർഹരല്ലാത്ത ആളുകളാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന നിയമമാണിത്, ബില്ലാണിത്. അതിൽ തർക്കമൊന്നുമില്ല. മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസപ്രകാരം നൽകുന്ന ദൈവത്തിങ്കൽ സമർപ്പിക്കുന്ന സ്വത്ത്, അതിൻ്റെ കൈകാര്യകർത്തൃത്വം അവർക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും അവർക്ക് ഈ രാജ്യത്ത് അനുവദിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അതാണ് ആ ബില്ലിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ അങ്ങനെ അത് ഏകപക്ഷീയമായ ബില്ലാണ്. പല ഏകപക്ഷീയ നടപടികളും ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തുണ്ടായതുപോലെയുള്ളൊരു ഏകപക്ഷീയമായ ബില്ല്. ആ സ്വഭാവത്തിൽ തന്നെയാണ് അത് പാസ്സാക്കുന്നതെങ്കിൽ പോലും പാർലമെൻറ്റിൽ മിനിമം 14 മണിക്കൂർ ഇത് ചർച്ച ചെയ്യേണ്ടി വന്നു. പല കാര്യങ്ങളും സർക്കാരിന് കേൾക്കേണ്ടി വന്നു, പല കാര്യങ്ങളും സർക്കാരിന് മറുപടി പറയേണ്ടി വന്നു. പ്രതിപക്ഷമാകട്ടെ ഏതാണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിൻ്റെ കുഴപ്പങ്ങൾ, ഒരു ഭൂരിപക്ഷ ആധിപത്യം ഉണ്ടാകുന്ന ഒരു സൊസൈറ്റിക്ക് സംഭവിക്കുന്ന വിപത്ത് എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു. ഇന്നിത് മുസ്ലിങ്ങൾക്ക് നേരെയാണെങ്കിൽ നാളെ മറ്റാളുകൾക്ക് നേരെ വരും എന്നത് രാജ്യത്തെ ജനങ്ങളോട് ഒരുമിച്ച് പറയാൻ പ്രതിപക്ഷം ശ്രമിച്ചു. അതൊരു പോസിറ്റീവായ സംഗതിയായിട്ട് നമ്മൾ കാണണം. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബില്ലിനെ സംബന്ധിച്ച് നമുക്ക് പോസിറ്റീവായി പറയാവുന്നൊരു കാര്യം. അതുകൊണ്ട് അത്ര ഏകപക്ഷീയമായിട്ടല്ല ഇത് പാർലമെൻറ്റ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് ആശ്വസിക്കാം. രാജ്യസഭയിലും സമാനമായി തന്നെ ചർച്ച ആവർത്തിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. ലോക്സഭയിൽ 14 മണിക്കൂർ ചർച്ച ചെയ്തെങ്കിൽ രാജ്യസഭയിൽ 8 മണിക്കൂർ ചർച്ചയ്ക്ക് അനുവദിക്കാൻ അവർ നിർബന്ധിതമായിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് സംഗതിയായിട്ട് നമ്മൾ കാണണം. ആദ്യത്തെ 2 തവണയുള്ള മോദി സർക്കാരിനെ പോലെയല്ല മൂന്നാം മോദി കുറച്ചുകൂടി ദുർബലമാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷം ഒന്നുകൂടി ശക്തമാണെന്ന് തെളിയിക്കുന്ന ചർച്ചകളാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അപ്പോഴും രാഹുൽ ഗാന്ധി സംസാരിക്കാത്തത്, അതുപോലെ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് വിപ്പ് കൊടുത്തിട്ടും ഈ സമയത്ത് പാർലമെൻറ്റിലേക്ക് എത്താത്തതൊക്കെ ചർച്ചയാകുന്നുണ്ട്. ഇത് എങ്ങനെയാണ് കോൺഗ്രസിനെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ബാധിക്കുക? അതൊരു പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി അല്ല പാർലമെൻറ്റിൽ. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്, ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്. ലീഡർ ഓഫ് ഓപ്പോസിഷൻ്റെ ശബ്ദത്തിന് ഒരു പ്രാധാന്യമുണ്ട് പാർലമെൻ്ററി പ്രൊസീഡിങ്സിൽ. ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതുപോലെ സുപ്രധാനമായൊരു വിഷയത്തിൽ സംസാരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റേണ്ടതായിരുന്നു. ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. കോൺഗ്രസിൻ്റെ പൊസിഷൻ അതിനെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ്, അതിലും തർക്കമില്ല. പാർലമെൻറ്റിന് പുറത്ത് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. ഈ നിയമ ഭേദഗതി രാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ള പൊസിഷൻ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിന് പുറത്ത് പറഞ്ഞിട്ടുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് പാർലമെൻറ്റിനകത്ത് പറയണമായിരുന്നു, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പറയണമായിരുന്നു. അത് രാജ്യത്തെ ജനങ്ങളെ മാത്രം ഉദ്ദേശിച്ച് പറയുന്ന കാര്യമല്ല.
പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് ഈ നിയമത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്നത് രാജ്യത്തിന് പുറത്തുള്ള ആളുകൾ കൂടിയാണ്, രാജ്യത്തിനകത്തുള്ള ആളുകൾ മാത്രമല്ല. അപ്പോൾ ആ ഒരു അവസരമാണ് രാഹുൽ ഗാന്ധി നഷ്ടപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, ഈ നിയമത്തെ എതിർക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ കുറേം കൂടെ ഒരു ആത്മവിശ്വാസം നൽകുന്നൊരു ഒരു പ്രവൃത്തിയാകുമായിരുന്നു അദ്ദേഹം പാർലമെൻറ്റിനുള്ളിൽ സംസാരിക്കുകയാണെങ്കിൽ. വളരെ ഇതിൻ്റെ ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊരു രാജ്യത്തിൻ്റെ ജനാധിപത്യ സമ്പ്രദായത്തെ എങ്ങനെയാണ് ദുർബലപ്പെടുത്തുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നെങ്കിൽ ഇതിനൊപ്പം നിൽക്കുന്ന മനുഷ്യരുടെ ആത്മവീര്യം കുറെ കൂടെ വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതിയായി മാറുമായിരുന്നു. അതുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ സംഗതി തന്നെയാണ്, ഒരു തർക്കമില്ല. അതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം. ഇന്നിപ്പോൾ കോൺഗ്രസ് പറയുന്നുണ്ട് പ്രിയങ്ക നേരത്തെ ലീവിന് അപേക്ഷിച്ചിരുന്നു, ഏതോ ഒരു ബന്ധു, ചികിത്സയിൽ കഴിയുന്ന ബന്ധുവിനെ കാണാനായിട്ട് വിദേശയാത്രയ്ക്ക് പോകാനായിട്ട് അവധി ചോദിച്ചത്, അത് അനുവദിച്ചതാണ്. പാർട്ടി വിപ്പ് പുറപ്പെടുവിച്ചതിന് ശേഷവും പ്രിയങ്ക ഗാന്ധി ഇക്കാര്യം ചോദിച്ചിരുന്നു. ശരിയാണ്, അത് വേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത്രയും സുപ്രധാനമായ ഒരു പാർലമെൻ്ററി പ്രൊസീഡിങ്സ് നടക്കുമ്പോൾ ഈ യാത്ര മാറ്റിവെക്കാമല്ലോ. ഈ രോഗാവസ്ഥയിൽ കഴിയുന്ന ബന്ധുവിനെ കാണാനുള്ള യാത്ര ഒരു ദിവസമോ 2 ദിവസമോ മാറ്റിയിട്ട് പോകാമല്ലോ. ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണല്ലോ. ഇനിയിപ്പോൾ അതിനുവേണ്ടി ബുക്ക് ചെയ്ത യാത്രാ ടിക്കറ്റ് അതിൻ്റെ ചിലവാണ് പ്രശ്നങ്ങൾ. കോൺഗ്രസ് ഇപ്പോൾ അത്ര സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന പാർട്ടിയൊന്നുമല്ലല്ലോ. കഴിഞ്ഞ സംഭാവനയുടെ കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അത്ര മോശാവസ്ഥയിലല്ല കോൺഗ്രസിൻ്റെ പുതിയ ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അത്ര മോശാവസ്ഥയിലല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു തൊടുന്യായം മാത്രമാണ്. അവരുടെ പ്രസൻസ് ഉണ്ടാകേണ്ടതായിരുന്നു. അവരാദ്യമായിട്ടാണ് പാർലമെൻറ്റ് അംഗമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര നിർണായകമായ ഒരു ഘട്ടത്തിൽ അവരുടെ പ്രസൻസ് സഭയിൽ ഉണ്ടാകേണ്ടതായിരുന്നു. കോൺഗ്രസ് അക്കാര്യത്തിലൊക്കെ കുറെ കൂടെ മെച്ചുവറായിട്ടുള്ള, കുറെ കൂടെ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, CPM-ന് 4 MP മറ്റേ ഉള്ളൂ. 4 MP ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഉറപ്പില്ല. അവരുടെ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. ഇപ്പോൾ K. രാധാകൃഷ്ണൻ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്, അയാൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ട ആളാണ്. അവർ അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് പാർലമെൻറ്റിൽ പങ്കെടുത്തിട്ട് വന്നാൽ മതി എന്ന് തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത് രേഖപ്പെടുത്തുക, ഇതിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ആ പാർട്ടിക്ക് പൂർണ്ണമായ ബോധ്യമുള്ളതുകൊണ്ടാണ്. ആ ബോധ്യമാണ് രാഹുൽ ഗാന്ധിക്ക് മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് മിസ് ചെയ്യുന്നത്. അത് ഒരു പ്രതിപക്ഷം ഐക്യത്തെ സംബന്ധിച്ച് അത്ര പോസിറ്റീവായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പുതിയ ഭേദഗതി ചെയ്ത ബില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല മാറ്റങ്ങളും പ്രതിപക്ഷം അതല്ലെങ്കിൽ ജോയിൻറ്റ് പാർലമെൻറ്ററി കമ്മിറ്റിയിൽ ചർച്ച ചെയ്തപ്പോൾ പോലും പ്രതിപക്ഷം ആവശ്യപ്പെട്ട പല ഭേദഗതികളും അംഗീകരിക്കാതെ തന്നെ ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായി കൊണ്ടുവന്ന ബില്ലിലെ കാര്യങ്ങൾ അപ്പാടെ അംഗീകരിച്ച് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ചില കാര്യങ്ങൾ, അതായത് മുസ്ലിങ്ങളല്ലാത്തവർ നേതൃസ്ഥാനത്തേക്ക് വരുന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ ആംഡ് ഫോഴ്സ് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം മുസ്ലിങ്ങളല്ലാത്തവരിലേക്ക് കൂടി എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ ഭരണപക്ഷം പറയുന്നത്, ഇപ്പോൾ കിരൺ റിജിജു ആണെങ്കിലും ഇത് അവതരിപ്പിക്കുമ്പോഴൊക്കെ പറയുന്നത്, ഇത് വഖഫ് ബോർഡിനെ കൂടുതൽ മുസ്ലിങ്ങളിലേക്ക്, പാവപ്പെട്ട മുസ്ലിങ്ങളിലേക്ക് ഇതിൻ്റെ ഉപകാരം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമെന്നാണ്. പക്ഷേ അതിനേക്കാൾ ഇങ്ങനെയുള്ള അതല്ലെങ്കിൽ കളക്ടർക്ക് കൂടുതൽ ഉത്തരവാദിത്തം കൊടുക്കുന്നതിലൂടെയൊക്കെ സ്വത്തുക്കൾ പെട്ടെന്ന് ഇപ്പോൾ നമുക്കറിയാം ബാബരിയുടെ വിഷയമാണെങ്കിലും സമ്പൽ വിഷയമാണെങ്കിലും ഒക്കെ ഒരു കലാപാന്തരീക്ഷം വഴിയാണ് ഈ ഭൂമിയൊക്കെ ഒരു പിടിച്ചെടുക്കുന്ന രീതിയിലുണ്ടാകുന്നത്. ഇതൊന്നുകൂടി ലീഗലൈസ് ചെയ്യുന്ന ഈ പിടിച്ചെടുക്കലുകൾ ഒന്നുകൂടി ലീഗലൈസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. നിശ്ചയമായിട്ടും ഇതിനകത്ത് സാലിം പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, അതായത് ഈ പ്രതിരോധം, റെയിൽവേസ്, ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാൻഡ് ഹോൾഡിംഗ് ഉള്ളത് വഖഫ് ബോർഡിനാണ് എന്നുള്ള, അല്ലെങ്കിൽ വഖഫ് കൗൺസിലിനോ വഖഫ് ബോർഡുകൾക്കോ ആണ് എന്നുള്ളത് ഒരു BJP നറേറ്റീവാണ്, അല്ലെങ്കിൽ BJP പ്രചരിപ്പിക്കുന്ന സംഗതി. സത്യത്തിൽ അങ്ങനെയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫ് ബോർഡിന് കീഴിൽ ഈ പറയുന്ന അളവിൽ ഭൂമി ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇത് മാനേജ് ചെയ്യുന്ന വഖഫ് ബോർഡല്ല. ഇത് വഖഫായിട്ട് പലരും അവരവരുടെ സ്വത്ത് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടെ ദൈവത്തിങ്കൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ സങ്കല്പം, അല്ലെങ്കിൽ അതാണല്ലോ ചെയ്യുന്നത്. അത് കൈകാര്യം ചെയ്യാനായിട്ട് ഓരോ വ്യക്തികളെ, അല്ലെങ്കിൽ മുത്തവല്ലിമാർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റ്, ഇങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവരുടെ കീഴിലാണ് ഭൂമിയുള്ളത്.
അപ്പോൾ ഏതെങ്കിലും മുതലികളുടെ കീഴിലായിരിക്കും ഭൂമിയുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റിൻ്റെ കീഴിലായിരിക്കും ഭൂമിയുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും മഹലിൻ്റെ കീഴിലായിരിക്കും ഉടമസ്ഥാവകാശം എന്നുള്ള നിലക്കല്ല പറഞ്ഞത്. അതിൻ്റെ കൈകാര്യകർത്തൃത്വം മാത്രമേ ഉള്ളൂ വഖഫ് ബോർഡിന്, അതിനപ്പുറം വേറെ ഒന്നുമില്ല. അതെ, വഖഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിങ്കിൽ സമർപ്പിക്കപ്പെട്ട സങ്കല്പമാണ്. അപ്പോൾ ഇതൊരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അപ്പോൾ ആളുകൾ കേൾക്കുമ്പോൾ അയ്യോ ഇവരുടെ കയ്യിലാണ് രാജ്യത്തെ ഭൂമി മുഴുവൻ, വെറുതെ അല്ല എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രശ്നം അവിടെ ഉണ്ട്. അങ്ങനെയുള്ള വസ്തുവകകളെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡോക്യുമെൻ്റ് ചെയ്ത് വഖഫ് ചെയ്തൊരു സാധനത്തിൽ ഇടപെടാൻ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഇനിയും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് മുനമ്പം തന്നെ എടുക്കാം. മുനമ്പ് ഇതോടെ പരിഹരിക്കപ്പെടും എന്നാണല്ലോ പറയപ്പെടുന്നത്. പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, രജിസ്റ്റർ ചെയ്തൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. ഇത് ഇന്ന കാര്യത്തിനായി വഖഫ് ചെയ്യാനായി ഇന്നവർക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് അവിടെ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. ആ ഡോക്യുമെൻ്റ് ഉള്ളിടത്തോളം കാലം ഈ പ്രശ്നം പരിഹരിക്കുക ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ രജിസ്റ്റർ ചെയ്ത വഖഫുള്ള സംഗതികളിലൊന്നും സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല, നിലവിലുള്ള നിയമപ്രകാരം. അതെ, മുൻപ് ഒരുപാട് വട്ടം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഡോക്യുമെൻ്റ് ഉള്ള വഖഫുകളുടെ കാര്യത്തിലൊന്നും സർക്കാരിന് ഇനിയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനിപ്പോൾ വഖഫ് ബോർഡിൽ നോൺ മുസ്ലിം അംഗങ്ങളെ കൊണ്ടുവന്നുകൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല, അതവിടെ നിൽക്കട്ടെ. അല്ലാത്ത വസ്തുക്കളുടെ കാര്യത്തിലാണ് ഈ പ്രശ്നം. അതിനാണ് വേറൊരു ഭേദഗതി ഇപ്പോൾ എക്സിസ്റ്റിംഗ് നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് വഖഫ് ബൈ യൂസ് എന്ന് പറയുന്ന സംഗതി അത് ഇല്ലാതാക്കിയിരിക്കുന്നു. അതായത് ആരും വഖഫ് ചെയ്തതല്ല, പക്ഷേ മതപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്ന, ഇപ്പോൾ പള്ളിയായിട്ട് കുറേ കാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, അത് അല്ലെങ്കിൽ കബറിടമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം, ഇതൊക്കെ വഖഫായി രേഖപ്പെടുത്തുകയാണ് വഖഫ് ബൈ യൂസ് എന്ന് പറയുന്ന വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന നിയമവ്യവസ്ഥയിലൂടെ ചെയ്തുകൊണ്ട് അതങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതോട് ഈ സംഗതികളൊന്നും വഖഫ് അല്ലാതായിട്ട് മാറും. അതായത് സ്വകാര്യ പ്രോപ്പർട്ടി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതോടുകൂടെ പിന്നെ എന്താ പറയുക, വഖഫായി കഴിഞ്ഞാൽ പിന്നെ വഖഫിൻ്റെ നിയമങ്ങളാണ് അതിൽ ബാധകമാകുക. സ്വകാര്യ പ്രോപ്പർട്ടിയായി മാറിക്കഴിഞ്ഞാൽ വേറെ നിയമമാണ് അതിന് ബാധകമാകുക. അപ്പോൾ കുറേ കൂടെ സൗകര്യം കിട്ടുകയാണ്. ഈ പ്രോപ്പർട്ടിയിലൊക്കെ കൈകടത്താനോ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ ഒക്കെയുള്ള അവസരം തുറന്നു കൊടുക്കുക ചെയ്യുന്നത്. ഒറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ചാണ് ഈ വിഷയം. ഡൽഹി എടുക്കുക. ഡൽഹി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ലോധി ഗാർഡൻസ് എന്ന് പറയുന്ന ഒറ്റ സ്ഥലം എടുക്കുക. ലോധി ഗാർഡൻസിൽ പോയ ആളുകൾക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു വലിപ്പം. അതൊരു വഖഫ് പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നിലവിൽ. നാളെ അതങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അത് ബൈ യൂസറായിരിക്കും വഖഫായിട്ടുണ്ടാവുക, അല്ലാതെ വഖഫ് ചെയ്തതായത് ആവാൻ യാതൊരു മാർഗ്ഗവുമില്ല. ബൈ യൂസറായിരിക്കും വഖഫ്. നാളെ മുതൽ ലോധി ഗാർഡൻസ് ഒരുപക്ഷെ, ഈ നിയമം വരുന്നതോടെ ലോധി ഗാർഡൻസ് ഒരുപക്ഷെ വഖഫ് പ്രോപ്പർട്ടി അല്ലാതെ, ഞാനിത് ഒരു അസംഷനാണ് പറയുന്നത്, യഥാർത്ഥ ഇതായിട്ട് കണക്കാക്കരുത്, പക്ഷെ അത് അങ്ങനെ അല്ലാതായി മാറാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രജിസ്ട്രേഷൻ ഒന്നുമില്ല, വഖഫ് ചെയ്തതായിരിക്കാം, തുടർന്നു വരുന്നതായിരിക്കാം. അപ്പോൾ അതൊന്നും നാളെ മുതൽ വഖഫ് അല്ലാതായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മാറുകയാണെങ്കിൽ ലോധി ഗാർഡൻസിൻ്റെ വലിയൊരു ഭാഗം വേണമെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ആക്കാൻ കൊടുക്കാം. ഇതൊക്കെ സംഭവിക്കാം. ഇതിനൊക്കെയുള്ള സാധ്യത അവിടെ തുറന്നിടുകയാണ് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഇതേ പ്രോപ്പർട്ടിയുടെ പുറത്ത് ഏതെങ്കിലും ക്ലെയിം വരികയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ സംബലിൽ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ ഗ്യാൻവാബിയിൽ സംഭവിച്ചതുപോലെ ഒക്കെ ഏതെങ്കിലും ഒരു ക്ലെയിം വരികയാണെന്ന് വിചാരിക്കുക. വഖഫാണെങ്കിൽ ആ ക്ലെയിമിൻ്റെ പുറത്ത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതിന്. ഇനിയിപ്പോൾ ആ പ്രശ്നങ്ങളില്ല. കാരണം ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി മാത്രമാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ പുറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ മാത്രമുള്ള പ്രോപ്പർട്ടിയുടെ പുറത്താണ് ഈ ക്ലെയിം വരുന്നതെങ്കിൽ കുറേ കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റും നിയമപ്രകാരം. ഇതിനുള്ള പഴുതുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ നിയമത്തിലൂടെ ഈ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത്. അല്ലാതെ അവരവകാശപ്പെടുന്ന പോലെ ഈ സ്വത്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളിലെ പാവപ്പെട്ടവരായിട്ടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് കൂടുതൽ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നത് ആളെ പറ്റിക്കാനുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു സംഗതിയില്ല. യഥാർത്ഥ ലക്ഷ്യം ഒരു ഭാഗത്ത് റിയൽ എസ്റ്റേറ്റ് കച്ചവടവും ഒരു ഭാഗത്ത് ബാബ്രി മോഡൽ കച്ചവടവുമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ പറയാം. ഈ വഖഫ് നിയമ ഭേദഗതി അല്ല സത്യം പറഞ്ഞാൽ ഈ സംഘപരിവാരം RSSും ഉദ്ദേശിക്കുന്നത്. വഖഫ് ആക്ട് റിപ്പീൽ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ യഥാർത്ഥ അജണ്ട. വഖഫ് ആക്ട് റിപ്പീൽ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ തൽക്കാലം നടക്കാത്തതുകൊണ്ട് വഖഫ് ആക്ട് അമെൻഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ലക്ഷ്യം വഖഫ് ആക്ട് റിപ്പീൽ ചെയ്യാന്ന്. വഖഫ് ആക്ട് റിപ്പീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ വഖഫ് എന്ന് പറയുന്ന ഒരു സംഗതി ഇന്ത്യ മഹാരാജ്യത്തുണ്ടാവില്ല. ഏത് സ്വത്തും അത് പിന്നെ ബാക്കി മുഴുവൻ സർക്കാരിൻ്റെ കയ്യിലേക്കാണ് പോകുന്നത്, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലേക്കാണ് പോവുക. അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ തൽക്കാലം സാധ്യമല്ലാത്തതുകൊണ്ട് അമെൻമെൻറ്റ് എന്നുള്ള വഴി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ നമ്മൾ മുനമ്പത്തെക്കുറിച്ച് ഇന്നലെ പാർലമെൻറ്റിൽ ഇടയ്ക്കിടയ്ക്ക് മന്ത്രി തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഇന്നലെ ലോക്സഭ ബില്ല് പാസ്സാക്കിയ ശേഷം മുനമ്പത്ത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയായിരുന്നു ആളുകൾ. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു തെറ്റിദ്ധാരണയാണ്, അതായത് ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ, ഇത് നിയമമായി കഴിഞ്ഞാൽ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കും. ഈ ക്രിസ്ത്യൻ സഭകളെ അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കൂടെ നിർത്തി ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വരികയാണ് എന്നുള്ളൊരു നെറേറ്റീവ് കൂടി ഇതിൻ്റെ ഇടയിലൂടെ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കിരൺ റിജിജു തന്നെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ക്രിസ്ത്യൻ സഭകൾ അവരുടെ നേതാക്കളൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട്, അവരൊക്കെ ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറയുന്ന രൂപത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയുണ്ടായിരുന്നു. ഈ RSSഉം ക്രിസ്ത്യാനികളും തമ്മിലുള്ള ബന്ധം പരിശോധിച്ചാൽ അവർ തമ്മിൽ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സംശയമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഈ മണിപ്പൂരൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞൊരു 5 വർഷത്തിനിടെ ക്രിസ്ത്യൻ പള്ളികൾ, അതുപോലെ മറ്റേ ക്രിസ്തീയ മതവിശ്വാസം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, ക്രിസ്തുമത സ്ഥാപനങ്ങൾ, ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നതാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ എന്നുള്ളൊരു കണക്ക് അദ്ദേഹം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷമുള്ള കണക്കാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നൊരു കാര്യം. അതാണ് പല ഭാഗത്തും നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് നമ്മൾ പലതും അറിയാറ് പോലുമില്ല. പ്രത്യേകിച്ച് ഇവിടെയുള്ള സഭാവിശ്വാസികളൊന്നും അറിയുന്നതായിട്ടോ ഇനിയിപ്പോൾ അറിഞ്ഞാൽ തന്നെ അവർ അറിഞ്ഞായിട്ട് നടിക്കാറുമില്ല. ഇപ്പോൾ ഈ ഉത്തർപ്രദേശിലൊരു പാസ്റ്ററേയും അയാളുടെ ഭാര്യയും മതപരിവർത്തന നിരോധന നിയമപ്രകാരം ശിക്ഷിച്ചിട്ട് ഒരു പ്രശ്നവും നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല ഇവിടെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം. ഇവിടുത്തെ ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ അധികാരം, അവരുടെ ഭൂമി, അവരുടെ സ്വത്തുവകകൾ ഇത് സംരക്ഷിക്കുകയും അത് ഭരിച്ചുകൊണ്ട് പോവുകയും അതിന് പാകത്തിൽ അധികാര കേന്ദ്രവുമായിട്ട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത്. അതെല്ലാ കാലത്തും കേരളത്തിലെ സഭാ നേതൃത്വം ചെയ്തിരുന്നൊരു കാര്യമാണ്. ആരാണോ അധികാരത്തിലുള്ളത് അവരുമായിട്ട് നല്ല ലൈസൻസ് പാലിച്ചുകൊണ്ട് ഇത് നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളൊരു പണി. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മുനമ്പം ഒരു ഉദാഹരണം എടുത്ത്, മുനമ്പത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് വഖഫാണെന്ന് അറിയാതെ ഭൂമി വാങ്ങി, ചെറിയ അളവിലുള്ള ഭൂമി വാങ്ങി അവിടെ വീട് വെച്ച് താമസിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവർക്ക് ഇത് വഖഫാണെന്ന് അറിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രശ്നം ഉണ്ടാകും. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പരിഹരിക്കുന്നതിന് വേറെ വഴിയാണ് ആശ്രയിക്കേണ്ടത്. അല്ലാതെ ഈ വഖഫ് നിയമം കൊണ്ട്, ഭേദഗതി കൊണ്ട് അത് പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരാണ്. അവരെ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് അവിടെ സമരം ചെയ്യുന്ന മനുഷ്യന്മാർ. അതുകൊണ്ടാണ് അവരിന്നലെ പടക്കം പൊട്ടിക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്തത്. അവർക്ക് ഇപ്പോഴും അറിയില്ല ഈ നിയമം കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു ബേസിക് ഡോക്യുമെൻ്റ് അവിടെ കിടക്കല്ലേ. നമ്മൾ ഒരു ഭൂമി ഇടപാടിനെക്കുറിച്ച് ഒരു സാമാന്യ ജ്ഞാനമുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയാം, ഒരു ബേസിക് ഡോക്യുമെൻ്റ് അവിടെ കിടക്കുമ്പോൾ അത് മറികടന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വാങ്ങാൻ പോകുമ്പോൾ ഞാൻ അന്വേഷിക്കേണ്ടതാണ്, ഈ ഭൂമിക്ക് പട്ടയമുണ്ടോ, ഈ ഭൂമിക്ക് മറ്റു വല്ല ബാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഈ ഭൂമി വേറെ ആരെങ്കിലും കൈവശത്തിലിരിക്കുന്നതാണോ, യഥാർത്ഥത്തിൽ വിൽക്കുന്ന ആൾക്ക് ഇത് വിൽക്കാനുള്ള അധികാരമുണ്ടോ, ഇതൊക്കെ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിനാണ് നമ്മൾ സാധാരണ ഭൂമി വാങ്ങുമ്പോൾ ഈ ഇതിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യാനായിട്ട് അഭിഭാഷകരെ സമീപിക്കുന്നത്, പരിശോധിക്കുന്നത്. നമുക്ക് ലോൺ എടുക്കാൻ ഏതെങ്കിലും ബാങ്കിലെ സമീപിച്ച് കഴിഞ്ഞാൽ ബാങ്ക് കൊണ്ട് പരിശോധിക്കുന്നതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അവിടെ നിന്ന് കുറേ കാലമായിട്ട് ചെയ്യുന്ന പണിയാണ്. അതൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഈ പാവങ്ങൾ പോയിട്ട് ഈ ചതിയിൽപ്പെടുന്നത്. അത് സത്യം പറഞ്ഞാൽ അതൊരു ട്രാപ്പിൽ അവരെ പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. കാരണം കുറേ കാലമായിട്ട് അവരോട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ നിയമം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ അവിടെ ഒരു ഡോക്യുമെൻ്റ് അവിടെ ഉണ്ട്, രജിസ്റ്റർ ചെയ്ത ഡോക്യുമെൻ്റ് അവിടെ ഉണ്ട്. ഈ ഡോക്യുമെൻ്റ് അടിസ്ഥാനത്തിലേ കോടതികൾക്ക് വിധി പറയാൻ പറ്റുള്ളൂ. കോടതി പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ എന്ത് സെറ്റിൽമെൻറ്റ് ആക്കിയാലും ഇത് ഇങ്ങനൊരു ഡോക്യുമെൻ്റ് ഇവിടെ ഉണ്ട് എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചൊരു ഹർജിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു നിയമപ്രശ്നമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കും. കുറേ കാലത്തേക്ക് കിടക്കുകയുള്ളൂ. ഈ മനുഷ്യർക്കൊന്നും സ്വസ്ഥമായിട്ട് അവിടെ കിടന്നുറങ്ങാൻ ഈ നിയമഭേദഗതി കൊണ്ട് നടക്കില്ല. അത് ഈ ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ പ്രശ്നം വെച്ചാൽ അവർ വിചാരിക്കുന്നത് ഇതിപ്പോൾ വഖഫിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ചർച്ചസ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട് 1927. അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന ചർച്ചിൻ്റെ ഭൂമി മുഴുവൻ ബ്രിട്ടീഷ് രാജാവിൻ്റെ ഭൂമിയായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ചർച്ചിൻ്റെ ഭൂമിയായിരുന്നു. അത് ഇന്ത്യയിലെ പള്ളികൾക്ക് കൈമാറ്റം ചെയ്യുന്നതിന് കൊണ്ടുവന്നൊരു നിയമമാണ്, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നൊരു നിയമമാണ് 1927 ഇന്ത്യൻ ചർച്ചസ് ആക്ട് എന്ന് പറയുന്ന സാധനം. അതുപ്രകാരം കുറേ ഭൂമി
ഈ കത്തോലിക്ക സഭയ്ക്കും ഇന്ത്യയിലെ ക്രിസ്തീയ സഭകൾക്കും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ നിയമം പിന്നീട് 1960 സ്വാതന്ത്ര്യത്തിന് ശേഷം പിൻവലിച്ചിട്ടുണ്ട്. അത് പിൻവലിച്ചപ്പോൾ ഈ ഭൂമിയൊക്കെ എന്ത് ചെയ്യും എന്നുള്ളത് ഇങ്ങനെ കൈമാറ്റം ചെയ്ത ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് എന്നുള്ളത് ഗവൺമെൻറ്റിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി തിരിച്ചു പിടിക്കണം എന്നുള്ള ആവശ്യം ഇതിനകം തന്നെ ഈ പറയുന്ന സംഘപരിവാരത്തിലെ ഫ്രിഞ്ച് ഗ്രൂപ്പുകളായിട്ടുള്ള സംഘടനകൾ ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പല വേദികളിൽ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളുടെ പകർപ്പ് നമുക്ക് ഇപ്പം തന്നെ കിട്ടും. ഇത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന അടുത്തത് അതാണ് എന്ന് ഈ സഭാമേലധ്യക്ഷന്മാർ ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയാൽ തന്നെ അവരത് മറച്ചു വയ്ക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇവരോടൊന്ന് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തേക്ക് ഇവർ വരില്ല എന്നാണ് ഈ സഭാമേലധ്യക്ഷന്മാർ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല, ഫാസിസ്റ്റുകളുടെ രീതി അങ്ങനെയല്ല എന്ന് മനസ്സിലാകണമെങ്കിൽ ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പിൻ്റെ പ്രസ്താവന അവർ പല കുറി വായിക്കേണ്ടി വരും. അത് വായിച്ചിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ അത് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും. അത്രേ സംഭവിക്കുള്ളൂ. അതായത് മുനമ്പവും പരിഹരിക്കാൻ പോകുന്നില്ല, ഇവരുടെ ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലൊക്കെ ഉണ്ടായ ചർച്ചകളിലൂടെ VHPയുടെ ഉദയവും മാർപ്പാപ്പ വന്ന സമയത്ത് ഹോം മിനിസ്ട്രിയുടെ മുമ്പിലിട്ട് മാർപ്പാപ്പയുടെ കോലം കത്തിച്ച VHPയുടെ കഥകളൊക്കെ രാജ്യം അറിയാൻ ചർച്ചകളൊരു കാരണമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. നിശ്ചയമായിട്ടും അങ്ങനെ പല സംഗതികളും, അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നടന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പല സംഗതികളും, അതായത് നിങ്ങൾ ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു മുനമ്പം എന്നുള്ള ഒരൊറ്റ പ്രശ്നത്തിൻ്റെ പുറത്താണല്ലോ ഈ ക്രിസ്തീയ സഭ അല്ലെങ്കിൽ CBCA പ്രസ്താവന ഇറക്കുന്നത്, KCBC പ്രസ്താവന ഇറക്കുന്നത്, ഈ ഒരൊറ്റ പ്രശ്നത്തിൻ്റെ പുറത്താണല്ലോ. ഇതല്ലാതെ പരിഹരിക്കാനുള്ള ഒരു ശ്രമവും ഇവരാരും നടത്തുന്നില്ലല്ലോ. അല്ലെങ്കിൽ അല്ലാതെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് ഇവർ വേണ്ട വിധത്തിൽ സഹകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. ഇതിനെ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കാനാണല്ലോ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം കൊണ്ട് അതൊക്കെ നിൽക്കുമ്പോൾ ഈ പറയുന്ന മാർപ്പാപ്പ വന്നതിനെക്കുറിച്ച്, അന്ന് കോലം കത്തിച്ചത്, അതിൻ്റെ തുടർച്ചയായിട്ട് VHP രൂപീകരിക്കപ്പെട്ടത്, ഇതൊക്കെ ഡിസ്കസ് അപ്പോൾ ആളുകൾ ഇത് അറിയാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ എമ്പുരാനെക്കുറിച്ച് പറഞ്ഞതുപോലെ ആളുകൾ ഇത് അറിയാണ്. ഇന്ന സംഭവങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു, ഇന്നൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം, ഇതൊക്കെ അവിടെ ഉണ്ട്. അല്ലാതെ ഈ കേൾക്കുന്നത് മാത്രമല്ല എന്നുള്ള കാര്യം അറിയാനൊരു വഴിയായി ഈ 14 മണിക്കൂർ ചർച്ച എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. നമ്മൾ ഈ ഭേദഗതി കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൽ ഒരു കാര്യം അവസാനമായി പറയുന്നത്, ഇപ്പോൾ ഈ നിയമം വന്നു കഴിഞ്ഞാൽ ഇനി ഒരാൾ വഖഫ് ചെയ്യണമെങ്കിൽ മുസ്ലിമായി 5 വർഷം തെളിയിക്കണം, അതായത് പ്രാക്ടീസ് ചെയ്യുന്നതായി തെളിയണമെന്നൊക്കെയാണ്. ഒരു പൗരൻ, ഇന്ത്യ രാജ്യത്തെ ഒരു പൗരൻ ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് മതം പ്രബോധനം ചെയ്യണമെന്ന് എന്നുള്ളത് നമ്മുടെ മൗലികാവകാശമായി നമ്മുടെ ഭരണഘടന തന്നിട്ടുള്ളതാണ്. ഈ ഒരു ക്ലോസ് എന്ന് പറയുന്നത് മൗലികാവകാശത്തിൻ്റെ ലംഘനമല്ലേ? നിശ്ചയമായിട്ടും. കാരണം ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറയാം. അപ്പം ഞാൻ ഹിന്ദുവാണ് എന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ തെളിയിക്കും? ഞാൻ എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ട് എന്നുള്ളതിന് ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞാൻ രാവിലെ ഇന്ന ഗ്രന്ഥം വായിക്കുന്നുണ്ട് എന്നുള്ളതിന് ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം. എന്താണ് അതിൻ്റെ മാനദണ്ഡം? എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഞാനത് തെളിയിക്കുക? അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനാണ് എന്നുള്ളത് എങ്ങനെ തെളിയിക്കും? അയാൾ എല്ലാ ഞായറാഴ്ചയും കുർബാന കൈക്കൊള്ളുന്നുണ്ട് എന്നതിന് ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ പോയിട്ടുണ്ട് എന്നുള്ളതിന് ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം. ഇത് എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? അതുപോലെ തന്നെയാണ് ഇതൊരു ഇല്ലോജിക്കലായിട്ടുള്ളൊരു സംഗതിയാണ്. ഒരാളുടെ 5 വർഷം പ്രാക്ടീസ് ചെയ്ത് തെളിയിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ മുസ്ലിം ആവണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും പ്രവാചകനിലും മനസ്സുകൊണ്ട് വിശ്വസിക്കണം. അങ്ങനെ ആയാലും മുസ്ലിമായി. ഇതെങ്ങനെ തെളിയിക്കും? അതാണ് പറഞ്ഞത്. പ്രാക്ടീസിങ് മുസ്ലിം ആയിരുന്നില്ല എന്ന് പറയപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ മുഹമ്മദ് അലി ജിന്ന, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹം പ്രാക്ടീസിങ് മുസ്ലിം ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് പല റീസൺസ് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം മദ്യപിച്ചിരുന്നു, അദ്ദേഹം പുകവലിച്ചിരുന്നു, അതുപോലെ അദ്ദേഹം അങ്ങനെ പല കാരണങ്ങളാൽ അദ്ദേഹം പ്രാക്ടീസിങ് മുസ്ലിം, നമസ്കരിച്ചിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പ്രാക്ടീസിങ് മുസ്ലിം അല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ആളുകളുണ്ട്, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് എല്ലാ മതത്തിനും ഉണ്ടാവും. മതത്തിൽ എൻ്റെ പേരൊക്കെ അതാണ്, എൻ്റെ ഡോക്യുമെൻറ്റിലും അത് തന്നെയാണ്. പക്ഷേ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല, എനിക്കത് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകൾ എല്ലാത്തിലും ഉണ്ടാവും. പക്ഷേ ഒരാൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മളെങ്ങനെ വിശ്വസിക്കും? എങ്ങനെ തെളിയിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, അതെൻ്റെ ബർത്ത് റൈറ്റാണ്, എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. ഞാൻ ഇന്ന റിലീജിയനിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇന്നതാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുക എന്നുള്ളത് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. അത് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല, ആരുടെ മുന്നിലും തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് ഡിമാൻഡ് ചെയ്യാണ്, നിയമപ്രകാരം തന്നെ ഡിമാൻഡ് ചെയ്യാണ്. നിങ്ങളിത് 5 വർഷം പ്രാക്ടീസിങ് മുസ്ലിമാണ് എന്ന് തെളിയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ഞാൻ വഖഫ് ചെയ്ത ഡോക്യുമെൻ്റാണ് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ 5 വർഷം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്ത മുസ്ലിമാണ് എന്ന് തെളിയിക്കാൻ ഒരു ഡോക്യുമെൻ്റ് വേണം ഇത് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അങ്ങോട്ട് വഖഫ് എന്ന് പറയുന്നൊരു സംഗതി രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയേ നടക്കില്ല. അതുകൂടെ ഒരു പക്ഷേ ഇതിൻ്റെ ലക്ഷ്യമായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടും, ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതായിരിക്കും ആദ്യം ഉണ്ടാകാൻ പോകുന്ന കേസ്. ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുമ്പോൾ ഈ എലിമെൻറ്റ്, അതായത് നിങ്ങൾ 5 വർഷം പ്രാക്ടീസിങ് മുസ്ലിം ആയിരുന്നു എന്ന് തെളിയിക്കണം അല്ലെങ്കിൽ ആയിരിക്കണം എന്നുള്ള വ്യവസ്ഥ, അതിൻ്റെ ലോജിക്ക് ഡെഫിനറ്റ്ലി ചോദ്യം ചെയ്യപ്പെടും. അത് കോടതിയുടെ നമ്മളൊരു പ്രവചനം നടത്തുന്നതൊക്കെ തെറ്റായിരിക്കും. പക്ഷേ ഒരു യുക്തിബോധമുള്ള ജഡ്ജിമാർക്ക് ആർക്കും ഇത് സ്വീകരിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ കടന്നിരിക്കുന്നു, രാജ്യസഭയും കടക്കാൻ പോകുന്നു. ഏതായാലും നിയമമായിട്ട് തന്നെ വരുമായിരിക്കും. പക്ഷേ ഏകപക്ഷീയമായിട്ടല്ല ഇത്തവണ ഈ നിയമം പാസ്സാക്കുന്നത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്ത് നിന്നിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബില്ലിൽ കൊണ്ടുവന്നിട്ടുള്ള പല ഭേദഗതികളും അത് രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന മൗലികാവകാശങ്ങൾക്ക് പോലും വിരുദ്ധമാണ്. അത് ഇനി ഇതിൻ്റെ ഭരണഘടനാ സാധുത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടേക്കും. സുപ്രീം കോടതി ഇടപെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വഖഫ് എന്ന വ്യവസ്ഥയെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കി മുസ്ലിങ്ങളെ 2ാം കിട പൗരന്മാരാക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ മറ്റൊരു ഘട്ടമാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിലൂടെ രാജ്യം ഭരിക്കുന്ന BJPയും RSSും എല്ലാം ലക്ഷ്യമിടുന്നത് എന്ന് തന്നെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.